സോ ഹലോ ഗൈസ്, കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ Redmi Note 11 വീഡിയോൻ്റെ താഴത്ത് ഇതിൻ്റെ ഗൂഗിൾ ക്യാമറേനെ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണ്, ഫ്രണ്ട് ക്യാമറ എങ്ങനെയാണ്, ലോ ലൈറ്റ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് ക്വാളിറ്റി കമ്പയർഡ് ടു ഇറ്റ്സ് ഡിഫോൾട്ട് ക്യാമറ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ ഗൂഗിൾ ക്യാമറയുടെ ക്യാമറ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കമ്പയർഡ് ടു ഇറ്റ്സ് ഡിഫോൾട്ട് ക്യാമറ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ക്യാമറ സാമ്പിൾസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഗൂഗിൾ ക്യാമറയുടെ ഫോട്ടോസാണോ ഇതിൻ്റെ ഡീഫോൾട്ട് ക്യാമറയുടെ ഫോട്ടോസാണോ കുറച്ചും കൂടി ബെറ്റർ എന്ന്. ഡേ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ലോ ലൈറ്റ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, സെൽഫീസ് ആയിക്കോട്ടെ, ഏതിൻ്റെ ക്യാമറ ക്വാളിറ്റിയാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രസീവ് തോന്നുകയാണെങ്കിൽ ഗൂഗിൾ ക്യാമറയുടെ ഫോട്ടോസ് അപ്പം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് Gcam പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യുക. അതിനായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ക്യാമറ ടു API ആക്ടിവേറ്റഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും ഈ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ കാണിക്കും. അതായിട്ട് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്